സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ ജപ്പാൻ, സൗത്ത് കൊറിയൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളും ബെറ്ററാണ്. അതേസമയം ഇന്നലെ അമേരിക്കയിൽ നല്ല രീതിയിലുള്ള ഒരു റീബൗണ്ടാണ് കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. അദ്ദേഹം ഇന്നലെ അനൗൺസ് ചെയ്തത് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലൊരു ഡീലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ്. അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഇന്നലെ വലിയ രീതിയിൽ അമേരിക്കൻ മാർക്കറ്റിൽ റീബൗണ്ട് കണ്ടത്. അതേസമയം ഇറാൻ ഇത് നിഷേധിച്ചിരിക്കുകയാണ്. ഒപ്പം ഇറാനും UAEയും തമ്മിൽ കണ്ടു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിനുള്ളൊരു സമയമായിട്ടുണ്ട്. ഇറാന് വലിയ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ശക്തിയൊന്നുമില്ല. ഇന്ത്യയിൽ പ്രോബ്ലംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കനെ സംബന്ധിച്ചും എങ്ങനെയെങ്കിലും ഈ വാറൊക്കെ സെറ്റിൽ ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനാണ് പ്രസിഡന്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ തീർച്ചയായിട്ടും ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ ഇത് സൂചിപ്പിച്ചിരുന്നു. അതിനനുസരിച്ചൊരു സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ ഗ്ലോബലി മാർക്കറ്റുകളെ സംബന്ധിച്ച്, രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇന്നലത്തെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ മെറ്റാ പ്ലാറ്റ്ഫോമും മൈക്രോസോഫ്റ്റ് ഇന്നലെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റെല്ലാ സ്റ്റോക്കുകളും ബെറ്ററാണ്. ഒപ്പം മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകൾ, സെമി കണ്ടക്ടർ സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. സാൻഡിസ്ക് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം AI ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളുണ്ട്. അപ്ലൈഡ് മെറ്റീരിയൽസ്, ലാം റിസർച്ച്, അതുപോലെ തന്നെ KLA കോർപ്പറേഷൻ. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. അതേസമയം കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ $422.9 പെർ ഔൺസ് വരെയൊക്കെ ഗോൾഡ് താഴെ പോയിരുന്നു. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4,190 പെർ ഔൺസിനാണ്. സിൽവർ $61.42 പെർ ഔൺസ് വരെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ $66.8 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ $89.5 പെർ ബാരലിനാണ് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരുന്നത് ബ്രന്റ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഇന്ത്യൻ റുപ്പിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഇന്നലെ വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 95.72 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നൊരു പക്ഷെ ഒരു റിക്കവറി നടത്താനുള്ള സാധ്യതകളുണ്ട്. അതേസമയം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം എക്കണോമിക് ഇമ്പാക്റ്റുകളൊക്കെയുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടിയത്, അതുപോലെ തന്നെ റുപ്പിയുടെ ഡിപ്രീസിയേഷനിലൊക്കെ അതിൻ്റെയൊക്കെ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഇന്റർനാഷണൽ ഇഷ്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റും നമ്മുടെ മാർക്കറ്റിൽ കാണാം. അതോടൊപ്പം തന്നെ ന്യൂസ് റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വേദാന്ത ഡീമർജഡ് കമ്പനികളെല്ലാം തന്നെ 15-ാം തീയതി ലിസ്റ്റ് ചെയ്യാണ്. അതായത് ജൂൺ 15-ന് ലിസ്റ്റ് ചെയ്യാണ്. 4 കമ്പനികളും കൂടി ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒപ്പം ഹാപ്പിയസ്റ്റ് മൈൻഡ് ഏജന്റിക് AI പ്ലാറ്റ്ഫോം പുതിയതൊരെണ്ണം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രത്നവീർ പ്രിസിഷൻ റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുന്നു. PCBL ലിമിറ്റഡ് പുതിയൊരു പ്ലാന്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള MSP സ്റ്റീൽ ആൻഡ് പവർ, KCP ലിമിറ്റഡ്, GRM ഓവർസീസ്, ഗാന്ധാർ റിഫൈനറി, ഈ 4 സ്റ്റോക്കുകളിലാണ് പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സ്പേസ് എക്സിൻ്റെ IPO ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. $135 പെർ ഷെയറിനാണ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ ന്യൂസ് പ്രകാരം 20% അലോക്കേഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള റിപ്പോർട്ടുണ്ട്. 30% മാറ്റിവെച്ചിരുന്നത്. അതേസമയം ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിലും അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡും വെച്ച് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ് $75 ബില്യൺ ഇഷ്യൂവിന് അറൗണ്ട് $250 ബില്യൺ ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്.
ഉണ്ട്. തീർച്ചയായിട്ടും ഫൈനൽ ഫിഗർ വന്നതിന് ശേഷമാണ് എത്രത്തോളമാണ് ടോട്ടൽ ഡിമാൻഡ് ഉള്ളതെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നാണ് ലിസ്റ്റിംഗ് വരുന്നത്. ഓപ്പൺ ഹീമർ എന്ന് പറയുന്ന റിസർച്ച് ഫേം ഔട്ട് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. $190 അവർ സ്പേസസിന് കൊടുത്തിട്ടുള്ള പ്രൈസ്. അതേസമയം ഇത്തരത്തിലുള്ള വലിയ IPOs ഒക്കെ നല്ല വൊളാട്ടിലിറ്റി കാണിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പേസസിൻ്റെ ലിസ്റ്റിങ്ങിൽ ഒരു വൊളാട്ടിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ സ്പേസസ് ലിസ്റ്റിംഗ് ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് IPO ആണ് സ്പേസസ്. $75 ബില്യൺ ആണ് പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. എല്ലാ പബ്ലിക്കും പറയുന്ന ഒരു ലോങ് ടൈമിലേക്കാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് സെൽ ഓഫിന് വേണ്ടിയല്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബിഗ് IPOs ഇനിയും വരുന്നുണ്ട്. OpenAI വരുന്നുണ്ട്, അതുപോലെ തന്നെ ആന്ത്രോപിക് വരുന്നുണ്ട്, ധാരാളം IPOs വരുന്നുണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ റിലയൻസ് ജിയോൻ്റെ IPO വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല ബിഗ് IPOs ഉണ്ടാവുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ബിഗ് IPOs വരുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവാണ്. വലിയ രീതിയിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള IPO വരുമ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റോക്കുകൾ സെൽ ചെയ്തുകൊണ്ട് പുതിയ IPOയിൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ അമേരിക്കയിൽ കണ്ടത്. അത്തരത്തിലുള്ള രീതി ഒരു പക്ഷേ ഇന്ത്യയിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്പണിങ്ങും വീണ്ടും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ട്രംപ് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വീണ്ടും ഒരു നെർവസ്നെസ് ഒക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ ഇറാൻ വീണ്ടും മാറ്റി പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് മാത്രം ഇന്നത്തെ മാർക്കറ്റിൽ എൻ്റർ ചെയ്താൽ മതി. ഇന്നത്തെ അട്രാക്ഷൻ ഗ്ലോബൽ മാർക്കറ്റിൽ സ്പേസ് എക്സിൻ്റെ ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.